പ്രിയമുള്ളവരെ, സുഖല്ലേ? ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തീരെ തിരക്കില്ലെങ്കിൽ മാത്രം ഇപ്പോൾ ഇത് കണ്ടാൽ മതി, അല്ലെങ്കിൽ തിരക്കൊന്നുമില്ലാത്തൊരു സമയത്ത് കണ്ടാലും മതി. എന്തായാലും നിങ്ങൾ കൂടി ഈ കാര്യങ്ങൾ ആലോചിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണെങ്കിലും, കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിലും, കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരാളാണെങ്കിലും, ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ ഒരു പാരൻറ്റോ ആരാണെങ്കിലും, ഒരുപാട് ആളുകളെ നമ്മളിങ്ങനെ സമീപിക്കാറുണ്ട്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പങ്കുവെക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലൊരു വലിയ ഭൂരിപക്ഷം വരുന്ന ആളുകളും കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ്. പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട് കേട്ടോ. പക്ഷേ ഇവരുടെ പൊതുവായ ഒരു പ്രശ്നം ഇവർ ഹാപ്പി അല്ല എന്നുള്ളതാണ്. ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതിനൊന്നും ഒരു കുറവില്ല. പക്ഷെ ജീവിതത്തിൻ്റെ ഒരു ഒഴുക്ക് നിലച്ചുപോയി, അതാണ് പ്രശ്നം. ഒരു സെൽഫ് വർത്ത് ഫീൽ ചെയ്യുന്നില്ല. അതാണല്ലോ മനുഷ്യന് ഏറ്റവും പ്രധാനം. നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമ്മൾക്കൊരു അഭിമാനമൊക്കെ ഉണ്ടാവണമല്ലോ. നമ്മുടെ ചില സ്വപ്നങ്ങളൊക്കെ നടക്കുമോ എന്നറിയാനൊന്ന് ശ്രമിക്കാനെങ്കിലും പറ്റണമല്ലോ. അതൊന്നും സാധിക്കാതെ വേറെ ആരോ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. നേരം വെളുക്കുന്നു, വൈകുന്നേരം ആവുന്നു, രാത്രിയാവുന്നു, പിന്നെയും നേരം വെളുക്കുന്നു. ജീവിതം ഒരേ ട്രാക്കിൽ ഇങ്ങനെ പോവുക. ജീവിതത്തിൻ്റെ ഒരു രസം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് വിഷാദത്തിൻ്റെ കുഴിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഇതൊരാളൊന്നുമല്ല കേട്ടോ, എത്രയോ പേരാ. ഇതിലൊരു വലിയ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ അടുത്ത് വന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളെ സമീപിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ഒരു കണക്ക് നോക്കിയാൽ വലിയൊരു ശതമാനം ആളുകളുടെയും പ്രശ്നം അവരുടെ ഒഴുക്ക് നിലച്ചു പോയതിൻ്റെ കാരണം കല്യാണമായിരുന്നു. കല്യാണം ഒരു മോശം കാര്യമാണോ? അല്ല, കല്യാണം ഒരു മോശം കാര്യമല്ല. പിന്നെ എന്താണ് പ്രശ്നം? നമ്മുടെ മുൻഗണന തെറ്റിപ്പോകുന്നതാണ് പ്രശ്നം. നമ്മുടെ പ്രയോറിറ്റീസാണ് പ്രശ്നം. രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ വരേണ്ട ചില കാര്യങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ട് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നതാണ്. പഠനം എന്നൊക്കെ പറയുന്നത് ഒരു സമയത്ത് നടക്കേണ്ടതാണ്, ഒരു ഏജിൽ നടക്കേണ്ടതാണ്. ആ ഏജിൽ പഠനത്തിനാണ് മുൻഗണന. പിന്നീട് ഒരിക്കലും പിന്നെ വേറെ ഏതൊരു ഏജിൽ പഠനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും അതത്ര എളുപ്പമാവില്ല. ചിലപ്പോൾ സംഭവിച്ചേക്കാം, പക്ഷെ അത്ര എളുപ്പമാവണമെന്നില്ല. മുൻഗണനയാണ് പ്രധാനം. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ കണ്ടവർക്കറിയാം. അതിൽ നസറിയയുടെ കഥാപാത്രം ചെറിയ പ്രായത്തിൽ കല്യാണം കഴിയുന്ന ഒരു കുട്ടിയാണ്. അവളുടെ കല്യാണ ദിവസം അവളിങ്ങനെ അണിഞ്ഞൊരുങ്ങുന്ന സമയത്ത് അവളുടെ മേശപ്പുറത്ത് എന്തോ ഒരു പേപ്പറുണ്ട്. ആ രംഗം സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. ആ പേപ്പർ എന്തായിരുന്നു എന്നറിയോ? അവൾ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അവൾക്ക് 1ാം റാങ്ക് കിട്ടിയതിൻ്റെ നോട്ടീസാണ്. ആ സ്ഥാപനം അടിച്ചിറക്കിയ നോട്ടീസാണ്. ആ നോട്ടീസ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് അവൾ കല്യാണത്തിന് അണിയാനുള്ള എന്തോ ഒരു ആഭരണമൊക്കെ അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഭർത്താവിനും അവൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് അവൾ ജീവിതം തിരിച്ചു പിടിക്കുന്നുണ്ട്.
അവൾ നീക്കി വെച്ച സ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കുന്നുണ്ട്. ആ സമയത്ത് അവളൊരു മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പേപ്പറുണ്ട്, സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. ഒരു പാട്ടിനിടക്കാണ് അത് കാണിക്കുന്നത്. അതിൽ അവൾ പഠനം തിരിച്ചു പിടിക്കേണ്ടതാണ് എഴുതി വച്ചിട്ടുള്ളത്. അതിന് വേണ്ട പണം കണ്ടെത്തണം, സ്ഥാപനം കണ്ടെത്തണം, ഒരു സൈക്കിൾ വാങ്ങണം, ഇതൊക്കെയാണ്. മുൻഗണനയാണ് പ്രധാനം. അതൊരു സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു പിടിക്കൽ വലിയ പണിയാണ്. നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ? കുട്ടിയെ ഒക്കത്ത് വെച്ച് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഭിക്ഷക്കാരി ഒരു ഗുഹയിൽ പെട്ടുപോയി. ആ ഗുഹയിൽ നിറച്ചും സ്വർണവും പണമൊക്കെയാണ്. അതിൽ നിന്ന് അവർക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നതോടുകൂടി ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഗുഹയുടെ വാതിൽ അടയും. അടഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തുറക്കില്ല. അവർക്ക് വലിയ സന്തോഷമായി. അവർ സ്വർണവും പണമൊക്കെ വാരിക്കൂട്ടി. അപ്പോഴേക്ക് ബെല്ലടിച്ചു, പുറത്തേക്ക് ഇറങ്ങി, വാതിലടഞ്ഞു. ഭയങ്കര ഹാപ്പിയായി. കാരണം അത്രയും സ്വർണം ഒരു ജീവിതകാലം മുഴുവനും ആർത്തുല്ലസിക്കാൻ മാത്രമുള്ള പണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒക്കത്തുണ്ടായിരുന്ന കുട്ടിയെ ഗുഹയിൽ മറന്നു വച്ചിട്ടുണ്ട്. നമ്മുടെ ഒക്കത്തുള്ള സ്വപ്നങ്ങളെ എങ്ങാനും നമ്മൾ എവിടെയെങ്കിലും മറന്നു വെച്ചാൽ വേറെ എന്തൊക്കെ വാരിക്കൂട്ടി പുറത്തിറങ്ങിയാലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. മുൻഗണനയാണ് പ്രധാനം. നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമുക്കൊരു സെൽഫ് വർത്ത് ഫീൽ ചെയ്യലാണ് പ്രധാനം. എൻ്റെ റമിയുടെ ഒരു കൂട്ടുകാരിയുണ്ട്. റമിയേക്കാൾ ഒരു 3-4 വയസ്സ് അധികമുള്ള ആളാണ്. ഞങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് പോലും അവരുടെ കല്യാണം നടന്നിട്ടില്ല. അവരന്ന് BEdനോ മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾക്കും. ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൾ പഠിച്ചു. എല്ലാ പഴിയും കേട്ടുകൊണ്ട് തന്നെ അവൾ പഠിച്ചു. അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ എല്ലാ പിന്തുണയും കൊടുത്തു. ഇന്ന് ആ കുടുംബത്തിൽ തന്നെ ആ പെൺകുട്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തസ്തികയിൽ അവൾ ജോലി ചെയ്യുന്നുണ്ട്.